ഇടപ്പള്ളി അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നീളുന്ന ലളിതാ സഹസ്രനാമ അർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മഹോത്സവ നഗരിയിലെത്തിയ അമ്മയെ വിശിഷ്ട വ്യക്തികളുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് മാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ ധ്യാനം, ഭജന, അനുഗ്രഹ പ്രഭാഷണം എന്നിവയും ഭക്തർക്കായുള്ള ദർശനവും നടന്നു. ഈ ഭൂമിയും പ്രകൃതിയുടെ മനുഷ്യന് മാത്രമല്ല അവകാശപ്പെടണം ശരിയായ സഹവർത്തം ഉണ്ടാകും. ഈ ലോകത്തിൽ എവിടെയാണ് വൈരുദ്ധ്യമില്ലാത്തത്? ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും വൈരുദ്ധ്യമില്ല. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിനും വലിയ വൈരുദ്ധ്യമില്ല. ഒരു വീട്ടിൽ 4 പേരുടെ 400 വൈരുദ്ധ്യം ഉണ്ടാകും. ഒരു ഓഫീസാണ് വൈരുദ്ധ്യങ്ങളുടെ സൂപ്പർ മാർക്കറ്റാണ്. ഒരു വ്യക്തിയുടെ മനസ്സ് 1 അല്ല 100. ഒരു മനുഷ്യന് 100 തരം സ്വഭാവമുണ്ട്. മനസ്സിൻ്റെ വൈരുദ്ധ്യങ്ങൾ അറിഞ്ഞറിയുമ്പോൾ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ദുർബലമാണ്. വ്യക്തി വിഭാഗം മനുഷ്യനെ അവരവരുടെ തന്മ അനുസരിച്ച് മറ്റുള്ളവരും ജീവിക്കാൻ അനുവദിച്ചാൽ ഈ ലോകത്തിൽ കാണുന്ന 90% പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. പ്രതിസന്ധികളിലൂടെ ജീവിതം സുഗമമാക്കുക എന്നതാണ് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠം. മനുഷ്യർ തമ്മിൽ കൂടുതൽ സഹകരണവും സൗഹൃദവും സഹവാസവും ആവശ്യപ്പെടുന്ന കാലഘട്ടമാണിത്. ഇത്തരം നന്മയുള്ള ചിന്തകൾ മനുഷ്യനിൽ കുറയുമ്പോൾ പ്രകൃതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും അമ്മ പറഞ്ഞു. ചടങ്ങിൽ മഠത്തിന്റെ സുവനീറായ അമൃതവർഷിണി 2026 പ്രകാശനം നടന്നു. മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നും പ്രശസ്ത സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ സുവനീർ ഏറ്റുവാങ്ങുകയും സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന് നൽകി പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു. നിരവധി ഭക്തജനങ്ങളാണ് അമ്മയെ ദർശിക്കാനും അനുഗ്രഹം തേടാനുമായി ഇടപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവ ചടങ്ങുകൾ നാളെ സമാപിക്കും. ജനം, കൊച്ചി.